ഹായ് ഹലോ ഫ്രണ്ട്സ്, ഇന്ന് നമ്മൾ 7ാം ക്ലാസ്സിലെ 5ാം യൂണിറ്റിലെ ബ്രിഡ്ജ് ഓവർ ട്രബിൾഡ് വാട്ടർ എന്ന പോയത്തിൻ്റെ ക്വസ്റ്റ്യൻ ആൻസേഴ്സും ആക്ടിവിറ്റീസുമാണ് നോക്കുന്നത്. ആദ്യത്തെ ക്വസ്റ്റ്യൻ നോക്കാം. വാട്ട് ഡു യു തിങ്ക് ദ സോങ് ഈസ് എബൌട്ട്? ഈ സോങ് എന്തിനെക്കുറിച്ചുള്ളതാണെന്നാണ് നിങ്ങൾ വിചാരിക്കുന്നത്? The song is about offering unwavering comfort, support and friendship to someone who is experiencing hardship or loneliness. കഷ്ടപ്പാടുകളോ ഏകാന്തതയോ അനുഭവിക്കുന്ന ഒരാൾക്ക് ആശ്വാസവും പിന്തുണയും സൗഹൃദവും നൽകുന്നതിനെക്കുറിച്ചാണ് ഈ ഗാനം. അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. What do you think the singer means by being a bridge over troubled water? Bridge over troubled water എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്താണ്? The singer means that they will act as a reliable and stable support system, bearing the burden of the other person's difficulties to help them find peace and safety. Bridge over troubled water എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് ഒരാൾ മറ്റൊരാൾക്ക് നൽകുന്ന സപ്പോർട്ടാണ്. അതുപോലെ തന്നെ ഒരാളുടെ ഡിഫിക്കൽട്ടീസ്, മറ്റൊരാളുടെ ബുദ്ധിമുട്ടുകളും കഷ്ടപ്പാടുകളും എല്ലാം തൻ്റേതാക്കി മാറ്റുകയാണ് ചെയ്യുന്നത്, ബെയർ ചെയ്യുകയാണ് ചെയ്യുന്നത്. എന്തിനു വേണ്ടിയിട്ടാ? ആ ആളുടെ സുരക്ഷയ്ക്കും സമാധാനത്തിനുമൊക്കെ വേണ്ടിയിട്ട്. ഇനി അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. ഹൗ ഡസ് ദ സിംഗർ ഡിസ്ക്രൈബ് വൺസ് റോൾ വെൻ സംവൺ ഈസ് ഫീലിംഗ് ഡൗൺ? ഒരാൾ വിഷമിച്ചിരിക്കുമ്പോൾ മറ്റൊരാളുടെ റോളിനെ കുറിച്ച് ഈ കവിതയിലൂടെ ഗായകൻ പറയുന്നത് എങ്ങനെയാണ്? ദ സിംഗർ ഡിസ്ക്രൈബ്സ് ദെയർ റോൾ ആസ് എ കംഫർട്ടർ ആൻഡ് എ ഫ്രണ്ട് who will offer unwavering support and follow closely behind to help in troubles. എന്തൊക്കെയായിരിക്കും അവരുടെ റോള്? നമ്മളിപ്പോൾ വിഷമിച്ചിരിക്കുകയെന്ന് വെച്ചോ, അപ്പം നമ്മളുടെ ഫ്രണ്ട് വന്ന് നമ്മളെ കംഫർട്ട് ചെയ്യും അല്ലേ? ആൻഡ് ഫ്രണ്ട് ഹൂ വിൽ ഓഫർ അൺവേവറിങ് സപ്പോർട്ട്, അതുപോലെ തന്നെ സപ്പോർട്ട് ചെയ്യും. ആൻഡ് ഫോളോ ക്ലോസ്ലി ബിഹൈൻഡ് ടു ഹെൽപ്പ് ഇൻ ട്രബിൾസ്, എന്തെങ്കിലും ട്രബിൾസ് വരികയാണെങ്കിൽ ഹെൽപ്പ് ചെയ്യാനായിട്ട് നമ്മളുടെ പുറകെ എപ്പോഴും ഉണ്ടാവും. ഇതൊക്കെയാണ് റോൾസ്. ഇനി അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. വാട്ട് അക്കോർഡിംഗ് ടു ദ പോയറ്റ് വിൽ ഈസ് യുവർ മൈൻഡ്? കവിയുടെ അഭിപ്രായത്തിൽ നിങ്ങളുടെ മനസ്സിന് ആശ്വാസം നൽകുന്നത് എന്താണ്? According to the poet, acting as a bridge over troubled water for someone in need will ease their mind. This action of providing selfless support and comfort is presented as the ultimate way to alleviate the other person's worries and pain. കവിയുടെ അഭിപ്രായത്തിൽ മറ്റൊരാൾക്ക് ബുദ്ധിമുട്ടുകളും കഷ്ടപ്പാടുകളും പ്രശ്നങ്ങളും ഒക്കെ വരുമ്പോൾ നമ്മൾ കൂടെ ആയിരിക്കണം. ദിസ് ആക്ഷൻ ഓഫ് പ്രൊവൈഡിങ് സെൽഫ്ലെസ് സപ്പോർട്ട് ആൻഡ് കംഫർട്ട് ഈസ് പ്രസന്റഡ് ആസ് ദ അൾട്ടിമേറ്റ് വേ ടു അലീവിയേറ്റ് ദ അതർ പേഴ്സൺസ് വറീസ് ആൻഡ് പെയിൻ. ഇങ്ങനെ നമ്മൾ നിസ്വാർത്ഥ പിന്തുണയും ആശ്വാസവും ഒക്കെ നൽകുകയാണെങ്കിൽ മറ്റൊരാളുടെ ആശങ്കകളും ദുഃഖങ്ങളും വേദനകളും ഒക്കെ കുറയ്ക്കാൻ, ലഘൂകരിക്കാനുള്ള ഒരു മാർഗമായിട്ട് മാറുകയും ചെയ്യും. ഇത്രയുമാണ് ക്വസ്റ്റ്യൻ ആൻസേഴ്സ് ഉള്ളത്. ഇനി ആക്ടിവിറ്റീസ് നോക്കാം. ആദ്യത്തെ ആക്ടിവിറ്റി എന്താണ്? ഒരു ഡാൻസ് കൊറിയോഗ്രാഫി ചെയ്യാനാണ് പറഞ്ഞിരിക്കുന്നത്. അത് നിങ്ങളുടെ ടീച്ചറുടെ നിർദ്ദേശപ്രകാരം നിങ്ങൾക്ക് ക്ലാസ്സിൽ ചെയ്യാം. ഇനി ആക്ടിവിറ്റി 2 നോക്കാം. പിക്ക് ഔട്ട് ദ ഫീൽ ഗുഡ് ആൻഡ് ഫീൽ ബാഡ് സിറ്റുവേഷൻസ് ഫ്രം ദ സോങ് ആൻഡ് കംപ്ലീറ്റ് ദ ഗിവൺ കോളംസ്. താഴെ കൊടുത്തിരിക്കുന്ന കോളത്തിലെ ഈ പോയത്തിൽ പരാമർശിച്ചിട്ടുള്ള ഫീൽ ഗുഡ് ആയിട്ടുള്ളതും ഫീൽ ബാഡ് ആയിട്ടുള്ളതുമായ വേർഡ്സ് എടുത്തെഴുതാനാണ് പറഞ്ഞിരിക്കുന്നത്. എഴുതി നോക്കാം. ഫീൽ ഗുഡിൽ വരുന്നത് ഐ വിൽ കംഫർട്ട് you, I will drive them all, I am on your side. എല്ലാം പോസിറ്റീവ് ആയിട്ടുള്ള കാര്യങ്ങളാണ് അല്ലേ? Your time has come to shine, see how they shine, I am sailing right behind. അപ്പം ഇങ്ങനെയുള്ള ഫീൽ ഗുഡ് ആയിട്ടുള്ള, നല്ലത് ഫീൽ ചെയ്യുന്ന കാര്യങ്ങൾ എഴുതുക, പോസിറ്റീവ് ആയിട്ടുള്ള കാര്യങ്ങൾ എഴുതുക. ഇനി ഫീൽ ബാഡ്, ഫീലിംഗ് സ്മോൾ, when tears are in your eyes, when times get rough and friends just can't be found, when you are down and out, when evening falls so hard. അപ്പം നെഗറ്റീവ് ആയിട്ടുള്ള കുറച്ചൊരു നെഗറ്റീവ് ഷെയ്ഡ് വരുന്ന കാര്യങ്ങളാണ് ഫീൽ ബാഡിൽ എഴുതേണ്ടത്. അപ്പം നിങ്ങൾക്ക് ഇങ്ങനെ എഴുതാം. ഒന്നുകൂടി ക്ലിയർ ആയിട്ട് ഇവിടെ എഴുതി തന്നിട്ടുണ്ട്. പോസ് ചെയ്ത് നിങ്ങൾക്ക് എഴുതിയെടുക്കാം. ഇനി അടുത്തത് തേർഡ് ആക്ടിവിറ്റി, റീഡ് ദ ഫസ്റ്റ് സ്റ്റാൻസ എഗെയിൻ. ആദ്യത്തെ സ്റ്റാൻസ ഒന്നുകൂടി വായിച്ചു നോക്കാനാണ് പറഞ്ഞിരിക്കുന്നത്. ഒന്ന് വായിച്ചു നോക്കുക നിങ്ങൾ, ഞാൻ വായിക്കുന്നില്ല. ഇനി ലുക്ക് അറ്റ് ദ വേർഡ്സ് ഇൻ ഇറ്റാലിക്സ്. ഇറ്റാലിക്സിൽ കൊടുത്തിരിക്കുന്ന ചെരിച്ച് 2 വാക്കുകൾ എഴുതിയിട്ടുണ്ടല്ലേ? ഏതൊക്കെയത്? ഫ്രണ്ട്സ് എന്നും ഫൗണ്ട് എന്നും അല്ലേ? അത് ചെരിച്ചല്ല എഴുതിയിരിക്കുന്നത്. അതൊന്ന് നോക്കുക. ദേ ആർ എക്സാമ്പിൾസ് ഓഫ് അലിട്രേഷൻ. അത് എന്തിൻ്റെ എക്സാമ്പിളാണ്? അലിട്രേഷൻ്റെ എക്സാമ്പിൾ ആണ് അല്ലേ? അത് അലിട്രേഷൻ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ കോൺസണന്റ് സൗണ്ട്സ് സെയിം വരിയിൽ റിപ്പീറ്റ് ചെയ്ത് വരുന്നതിനെയാണ് അലിട്രേഷൻ എന്ന് പറയുന്നത്. ഇവിടെ ഫ്രണ്ട്സിൻ്റെ എഫ് എന്നുള്ള സൗണ്ടും അതുപോലെ ഫൗണ്ട് എന്ന വാക്കിൽ എന്ന സൗണ്ടും റിപ്പീറ്റ് ചെയ്തിരിക്കുകയാണ്. കോൺസണന്റ് സൗണ്ട് ആയിരിക്കണം. കോൺസണന്റ് സൗണ്ട് എന്താണ്, വൊവൽ സൗണ്ട് എന്താണ് എന്നുള്ളതൊക്കെ കഴിഞ്ഞ വീഡിയോസിൽ പറഞ്ഞിട്ടുണ്ട്. അലിട്രേഷൻ കൃത്യമായി പറഞ്ഞു തന്നിട്ടുള്ളതാണ്.
അപ്പോൾ ഫ്രണ്ട്സ് ആൻഡ് ഫൗണ്ട് അലിട്രേഷൻ ആണ് ഇവിടെ യൂസ് ചെയ്തിരിക്കുന്നത്. ഫൈൻഡ് ഔട്ട് മോർ സച്ച് എക്സാമ്പിൾസ് ഫ്രം ദ സോങ് ആൻഡ് റൈറ്റ് ദം ഹിയർ. ഈ സോങ്ങിൽ നിന്നും ഇതുപോലുള്ള അലിട്രേഷന്റെ എക്സാമ്പിൾസ് കണ്ടുപിടിക്കാനാണ് പറഞ്ഞിരിക്കുന്നത്. ഒന്ന് ശ്രമിച്ചു നോക്കുക. കോൺസണന്റ് സൗണ്ട്സ് സെയിം വരിയിൽ റിപ്പീറ്റ് ചെയ്ത് വരുന്നതിനെയാണ് അലിട്രേഷൻ എന്ന് പറയുന്നത്. ഓക്കെ, നമുക്ക് എക്സാമ്പിൾ എഴുതാം. വെൻ യു ആർ വെരി, അതിൽ വ എന്ന സൗണ്ട്, വെന്നിലെ വ് എന്ന സൗണ്ടും വേറിയിലെ വ് എന്ന സൗണ്ടും റിപ്പീറ്റ് ചെയ്ത് വന്നിരിക്കുകയാണ്. രണ്ടും കോൺസണന്റ് സൗണ്ട്സ് ആണ് അല്ലേ, വ്യഞ്ജനാക്ഷരം അല്ലെ, കോൺസണന്റ് സൗണ്ട്സ് ആണ്. ഇനി സെയിൽ ഓൺ സിൽവർ ഗേൾ, അതിൽ സ് എന്നുള്ള സൗണ്ട്, സെയിലെ സ് എന്നുള്ള സൗണ്ടും സിൽവറിലെ സ് എന്നുള്ള സൗണ്ടും റിപ്പീറ്റ് ചെയ്ത് വന്നിരിക്കുകയാണ്. 2 പ്രാവശ്യം വന്നില്ലേ. അപ്പൊ സെയിൽ ഓൺ സിൽവർ ഗേൾ, അതും എന്താണ്, അലിട്രേഷൻ ആണ്. ഇനി 4ാമത്തെ ആക്ടിവിറ്റി നോക്കാം. പിക്ക് ഔട്ട് എക്സാമ്പിൾസ് ഓഫ് റിഫ്രീൻ ഫ്രം ദ സോങ് ബ്രിഡ്ജ് ഓവർ ട്രബിൾഡ് വാട്ടർ ആൻഡ് റൈറ്റ് ദം ബിലോ. ഈ പോയത്തിൽ നിന്നും എന്ത് കണ്ടുപിടിക്കാനാണ് പറഞ്ഞിരിക്കുന്നത്? റിഫ്രീൻ എന്ന ഫിഗർ ഓഫ് സ്പീച്ച് കണ്ടുപിടിക്കാനാണ് പറഞ്ഞിരിക്കുന്നത്. ഓൾറെഡി നമ്മൾ അലിട്രേഷൻ, അസോണൻസ്, റിഫ്രീനും ഒക്കെ കണ്ടു കഴിഞ്ഞതാണ്. റിഫ്രീൻ നമ്മൾ അത്രയ്ക്ക് അങ്ങ് പരിചയമായില്ല എന്ന് തോന്നുന്നു. അപ്പോൾ റിഫ്രീൻ എന്ന് പറഞ്ഞാൽ എന്താണ്? ചെറിയ ചെറിയ ഇടവേളകളിൽ കവികൾ ആ പോയത്തിൻ്റെ ഒരു ഭംഗി കൂട്ടാനായിട്ട് സെയിം ഫ്രേസ് തന്നെ റിപ്പീറ്റ് ചെയ്യും. അപ്പോൾ ഇവിടെ റിപ്പീറ്റ് ചെയ്ത് വന്നിരിക്കുന്ന ലൈൻസ് ഏതൊക്കെയാണ്? ലൈക്ക് എ ബ്രിഡ്ജ് ഓവർ ട്രബിൾഡ് വാട്ടർ ഐ വിൽ ലേ മീ ഡൗൺ. അതുപോലെ തന്നെ ലൈക്ക് എ ബ്രിഡ്ജ് ഓവർ ട്രബിൾഡ് വാട്ടർ ഐ വിൽ ഈസ് യുവർ മൈൻഡ്. ചെറിയൊരു സ്ലൈറ്റ് വേരിയേഷൻ അവിടെ വരുത്തിയിട്ടുണ്ട്. എങ്കിൽ കൂടിയും ആ 2 ലൈനും റിഫ്രീൻ ആണ്. റിപ്പീറ്റ് ചെയ്ത് വന്നിരിക്കുകയല്ലേ, ഓരോ സ്റ്റാൻസ കഴിയുമ്പോഴും ഇതെടുത്തിടുന്നുണ്ടല്ലേ. അപ്പോൾ ഇതിനെയാണ് റിഫ്രീൻ എന്ന് പറയുന്നത്. അപ്പോൾ ഇതിൻ്റെ എക്സാമ്പിൾ ഏതാണ്? ലൈക്ക് എ ബ്രിഡ്ജ് ഓവർ ട്രബിൾഡ് വാട്ടർ ഐ ലേ മീ ഡൗൺ. അപ്പോൾ ഐ വിൽ ലേ മീ ഡൗൺ എന്നുള്ളതിന് ഒരു മാറ്റം വരുത്തിയിട്ടുണ്ട്. ലാസ്റ്റത്തെ ആ ഒരു ലൈനിൽ ഐ വിൽ ഈസ് യുവർ മൈൻഡ് എന്നാക്കിയിട്ടുണ്ട്. എങ്കിൽ കൂടിയും അത് റിഫ്രീൻ തന്നെയാണ്. കാരണം മേലത്തെ ലൈക്ക് എ ബ്രിഡ്ജ് ഓവർ ട്രബിൾഡ് വാട്ടർ എന്നുള്ളത് റിപ്പീറ്റ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇതാണ് റിഫ്രീൻ്റെ എക്സാമ്പിൾ. ഇനി അടുത്ത ആക്ടിവിറ്റി നോക്കാം. റീഡ് ദ ഫോളോയിങ് ലൈൻസ് അഗെയിൻ. വെൻ യു ആർ ഡൗൺ ആൻഡ് ഔട്ട്, വെൻ യു ആർ ഓൺ ദ സ്ട്രീറ്റ്, വെൻ ഈവനിങ് ഫോൾസ് സോ ഹാർഡ്, ഐ വിൽ കംഫർട്ട് യു, ഐ വിൽ ടേക്ക് യുവർ പാർട്ട്. Oh, when darkness comes and pain is all around, we often help needy people. നമ്മൾ പലപ്പോഴും ആവശ്യക്കാരെ സഹായിക്കാറുണ്ട് അല്ലേ. Recall such instances from your life. നിങ്ങളുടെ ജീവിതത്തിൽ നിന്നും അങ്ങനെയുള്ള ഉദാഹരണങ്ങൾ കണ്ടെത്തി എടുത്തെഴുതാനാണ് പറഞ്ഞിരിക്കുന്നത്, ഷെയർ ചെയ്യാനാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ ഇവിടെ ഞാൻ കുറച്ച് ഇൻസ്റ്റൻസസ് എക്സാമ്പിൾസ് ആയിട്ട് കൊടുത്തിട്ടുണ്ട്. നിങ്ങൾക്ക് ഇഷ്ടമുള്ളത് എടുത്തെഴുതാം. One instance I recall is helping an elderly neighbor. She was struggling to carry heavy bags up her stairs. I offered to help and carried them to her kitchen. She was very grateful and it made me feel good to have made a small difference in her day. This simple act of kindness showed me that even small gestures can have a significant impact on someone's life. ഇതിൻ്റെ അർത്ഥം മനസ്സിലായി കാണുമെന്ന് വിചാരിക്കുന്നു. എങ്കിൽ കൂടിയും ഞാനൊന്ന് പറഞ്ഞു തരാം. എൻ്റെ വീടിൻ്റെ അടുത്ത് ഒരു വൃദ്ധയായ സ്ത്രീ ഉണ്ടായിരുന്നു. ഒരു ദിവസം ഞാൻ നോക്കുമ്പോൾ വെജിറ്റബിൾസ് ഒക്കെ നിറച്ച് ബാഗൊക്കെ ആയിട്ട്, ഹെവി ബാഗാണ്, അതൊക്കെ ആയിട്ട് ഇങ്ങനെ സ്റ്റെയർ കയറാനായിട്ട് ബുദ്ധിമുട്ടുന്നതായിട്ട് കണ്ടു. അപ്പം ഞാൻ ഓടിച്ചെന്ന് സഹായിക്കാമെന്ന് പറഞ്ഞു. അങ്ങനെ ഞാൻ സഹായിച്ചു. കിച്ചണിൽ വരെ കൊടുത്തു ആ ബാഗ്, ഗ്രോസറി ബാഗ്, വെജിറ്റബിൾസ് ഒക്കെയുള്ള ബാഗാണ്. അപ്പോൾ കിച്ചണിൽ വരെ എത്തിച്ചു. മറ്റൊരാൾക്ക് വേണ്ടി സഹായം ചെയ്ത് കഴിയുമ്പം നമ്മളുടെ ഉള്ളിൽ ഒരു പോസിറ്റീവ് എനർജി വന്ന് നിറയും അല്ലേ. ഒരാൾ നമ്മളോട് താങ്ക് യു പറയുമ്പം നമ്മൾ നിസ്സാര കാര്യമായിരിക്കും ചെയ്തിട്ടുണ്ടാവുക, പക്ഷേ അത് അവരുടെ ലൈഫിൽ അത്രയധികം ഇമ്പോർട്ടൻ്റ് ഉള്ളതായിരിക്കാം. അതുകൊണ്ട് തന്നെ നമുക്ക് ആരെങ്കിലുമൊക്കെ സഹായിക്കാൻ പറ്റുവാണെങ്കിൽ നമ്മുടെ സഹായം വാഗ്ദാനം ചെയ്യണം. ഇനി വേറൊരെണ്ണം നോക്കാം. വൺ ഡേ മൈ നെയ്ബർ അങ്കിൾ വാസ് സിക്ക് ആൻഡ് കുഡിൻ ഗോ ടു ദ മാർക്കറ്റ്. എൻ്റെ നെയ്ബറായിട്ടുള്ള ഒരു അങ്കിള് മാർക്കറ്റിൽ പോകാനായിട്ട് സാധിച്ചില്ല. ഐ ഓഫർ ടു ബൈ മിൽക്ക് ആൻഡ് വെജിറ്റബിൾസ് ഫോർ ഹിം. അതുകൊണ്ട് തന്നെ പാലും വെജിറ്റബിൾസും എല്ലാം ഞാൻ വാങ്ങിക്കൊണ്ട് വരാമെന്ന് അങ്കിളിനോട് പറഞ്ഞു. ഫ്രം ദ നിയർ ബൈ ഷോപ്പ്, അടുത്തുള്ള ഷോപ്പിൽ നിന്നും. ഐ ക്യാരിഡ് ദ ബാഗ്സ് ടു ഹിസ് ഹൗസ് ആൻഡ് ഹെൽപ്ഡ് ഹിം മേക്ക് ടീ. അങ്ങനെ ആ ബാഗ് അദ്ദേഹത്തിൻ്റെ വീട്ടിലേക്ക് കൊണ്ടെത്തിച്ചു. എന്നിട്ട് ചായയൊക്കെ ഉണ്ടാക്കി കൊടുത്തു. ഹി താങ്ക്ഡ് മീ ആൻഡ് ഗേവ് മീ എ സ്വീറ്റ്. അദ്ദേഹം താങ്ക് യു പറഞ്ഞു, എന്നിട്ട് എനിക്ക് സ്വീറ്റ് തന്നു. ഐ ഫെൽറ്റ് പ്രൗഡ് ദാറ്റ് ഐ കുഡ് ഹെൽപ്പ് ആൻ അഡൾട്ട് ഇൻ നീഡ്. അപ്പം ആവശ്യ സമയത്ത് മറ്റൊരാളെ സഹായിക്കാൻ എനിക്ക് സാധിച്ചതിൽ ഞാൻ അഭിമാനം കൊള്ളുന്നു.
വേറൊരു എക്സാമ്പിളും കൂടി തരാം. വൺ ഡേ വെൻ ഐ വാസ് വെയിറ്റിംഗ് ഫോർ ദ ബസ് ടു ദ സ്കൂളിലേക്ക് പോകാനായിട്ട് ബസ് കാത്തു നിൽക്കുമായിരുന്നു. ഐ സോ എ ലിറ്റിൽ കിഡ് ഫ്രം എ നിയർ ബൈ സ്ലം ഹു വാസ് ഹംഗ്രി. ഒരു കുഞ്ഞു കൊച്ചിനെ കണ്ടു. അതൊരു സ്ലം ഏരിയയിൽ നിന്ന്, തെരുവിൽ നിന്നുള്ള ഒരു കൊച്ചായിരുന്നു. അപ്പോൾ ആ കൊച്ചിന് എന്നായിരുന്നു? വിശപ്പായിരുന്നു അല്ലേ, വിശക്കുമായിരുന്നു. ഐ ഗേവ് മൈ ലഞ്ച് ടു ഹിം. അങ്ങനെ ഞാൻ എൻ്റെ ലഞ്ച്, അമ്മ വീട്ടിൽ നിന്ന് തന്നുവിട്ട ആ ലഞ്ച് അവന് കൊടുത്തു. ഹി സ്മൈൽഡ് ആൻഡ് താങ്ക്ഡ് മീ. അവൻ എന്നെ നോക്കി പുഞ്ചിരിച്ചു, എന്നിട്ട് താങ്ക് യു പറഞ്ഞു. ഇറ്റ് മെയ്ഡ് മീ ഫീൽ ഹാപ്പി ദാറ്റ് ഐ കുഡ് ഹെൽപ്പ് സംവൺ ഇൻ നീഡ്. അപ്പം ഇതെന്നെ വളരെയധികം ഹാപ്പിയാക്കി, വേറൊരാളെ അവരുടെ ആവശ്യത്തിൽ എനിക്ക് സഹായിക്കാനായിട്ട് സാധിച്ചു. ഈ ആക്ടിവിറ്റിയിലൂടെ നമുക്ക് എന്താ മനസ്സിലായത്? മറ്റുള്ളവരെ അവരുടെ ആവശ്യത്തിൽ സഹായിക്കണമെന്ന് മനസ്സിലായി അല്ലേ? പക്ഷെ വേറൊരു കാര്യം ഓർക്കണം, കണ്ടും കേട്ടും ഒക്കെ വേണം നമ്മൾ മറ്റൊരാളെ സഹായിക്കാനായിട്ട്. ഇന്നത്തെ ലോകത്ത് നന്മയുള്ള ലോകവും കാപട്യം നിറഞ്ഞ ലോകവും നമുക്ക് ചുറ്റിനുമുണ്ട് എന്നുള്ള കാര്യവും കൂടി നമ്മൾ സഹായിക്കാനായിട്ട് ഇറങ്ങി ചെല്ലുമ്പോൾ നമ്മളുടെ മനസ്സിലുണ്ടാവണം. അപ്പം ഇത്രയേ ഉള്ളൂ ഈ പാഠഭാഗത്തിന്റെ ആക്ടിവിറ്റീസും ക്വസ്റ്റ്യൻ ആൻസേഴ്സും. ഉപകാരപ്രദമായി എന്ന് വിചാരിക്കുന്നു. പ്ലീസ് ഡ്രോപ്പ് യുവർ വാല്യുബിൾ ഫീഡ്ബാക്ക് ഇൻ ദ കമന്റ് സെക്ഷൻ. താങ്ക് യു.